നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കോഴക്കേസിൽ ബിജു രമേശ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയ രഹസ്യമൊഴി റിപ്പോർട്ടർ പുറത്തുവിട്ടു. ബാറുകളുടെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ നൽകിയെന്ന് മൊഴിയിൽ പറയുന്നു. കെ എം മാണിക്ക് അനുകൂലമായി മൊഴി നൽകാൻ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ കെ ബാബു വിളിച്ചുവരുത്തി ആവശ്യപ്പെട്ടുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. മന്ത്രി കെ എം മാണി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ചുനിന്ന് ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് എക്സൈസ് മന്ത്രി കെ ബാബുവും കോഴ കൈപ്പറ്റിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഓരോ വർഷവും ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അസോസിയേഷൻ പിരിച്ച് കെ ബാബുവിന് എത്തിച്ചതായി ബിജു രമേശിന്റെ മൊഴിയിൽ പറയുന്നു. ലൈസൻസ് ഫീസ് ഉയർത്താതിരിക്കാൻ 10 കോടി രൂപ കെ ബാബുവിന് നൽകിയെന്നാണ് ബിജു രമേശിന്റെ രഹസ്യമൊഴി. സംഭവത്തെക്കുറിച്ച് രഹസ്യമൊഴിയിലെ പരാമർശം ഇങ്ങനെ: 2012-13 വർഷത്തെ ബഡ്ജറ്റിൽ ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷം രൂപയിൽ നിന്നും 30 ലക്ഷം രൂപയായി ഉയർത്താൻ നിർദ്ദേശമുള്ളതായി കെ ബാബു തന്നെ അറിയിച്ചു. മന്ത്രിയുടെ ഔദ്യോഗിക മുറിയിൽ നടന്ന പ്രീ ബഡ്ജറ്റ് ചർച്ചയിലാണ് അസോസിയേഷൻ ഭാരവാഹികളെ ഇത് അറിയിച്ചത്. ഫീസ് 23 ലക്ഷം രൂപയായി നിജപ്പെടുത്താൻ മന്ത്രി 10 കോടി ആവശ്യപ്പെട്ടു. ഇതിനുള്ള പണം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, സെക്രട്ടറി MD ധനേഷ്, വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് എന്നിവർ എത്തിച്ചതായും ബിജു രമേശ് പറയുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ബാർ ലൈസൻസുകൾക്ക് 25 ലക്ഷം രൂപ വീതം മന്ത്രി കെ ബാബു എലഗൻ ഹോട്ടൽ ഉടമയായ ബിനോയ് വഴി വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണവും ബിജു രമേശ് ഉന്നയിക്കുന്നു. ബിയർ വൈൻ പാർലറുകൾക്ക് 15 ലക്ഷം രൂപ വീതവും ബിനോയിയെ ഏജന്റായി വെച്ച് വാങ്ങിയതായും രഹസ്യമൊഴിയിലുണ്ട്. കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളെ കെ ബാബു നേരിട്ട് വിളിച്ചു വരുത്തുകയും കെ എം മാണിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പകരം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ബാർ കേസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്ന് കെ ബാബു ഉറപ്പ് നൽകി. ബാർ ഹോട്ടലുകൾക്കെതിരായ വിധിയുണ്ടായാൽ സർക്കാർ അപ്പീൽ പോകില്ലെന്ന ഉറപ്പും മന്ത്രി നൽകി. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് രാജ്കുമാറും സെക്രട്ടറി ധനേഷും വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസും മൊഴി മാറ്റിയതായി അറിഞ്ഞതെന്നും ബിജു രമേശ് രഹസ്യമൊഴിയിൽ ആരോപിക്കുന്നു. ബാർ കോഴ കേസിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്ന ബിജു രമേശിന്റെ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളിന്മേൽ വിജിലൻസ് എന്ത് തുടർ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ ആന്റണി രാജു, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ അജയ് തറയിൽ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആന്റണി രാജു, 164 സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്ന സാഹചര്യത്തിൽ എന്ത് നടപടി കൂടുതലായി സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് താങ്കൾക്കുള്ളത്? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കണം എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? ന്യായമായി സ്വീകരിക്കേണ്ട നടപടി ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഈ ഗവൺമെൻറ് അത് ചെയ്യില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് നാഴികയ്ക്ക് 100 വട്ടം അവർ നാക്കിട്ടടിക്കുമെങ്കിലും നിയമം ഇവർ ഓരോരുത്തരുടെയും വഴിക്ക് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്. ശ്രീ മാണിക്കെതിരായി വന്ന ആരോപണങ്ങൾ അതൊന്നും വസ്തുതയല്ല, വസ്തുതാ വിരുദ്ധമാണ്, മാണി കുറ്റക്കാരനല്ല എന്ന് മുഖ്യമന്ത്രി വിധി കൽപ്പിക്കുകയാണ്. അന്വേഷണം നടത്തുന്നതിന് മുമ്പ്, കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ്, കോടതി തീർപ്പ് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറയുകയാണ് മാണി കുറ്റക്കാരനല്ല. അതിന് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത്? തൻ്റെ കീഴിലുള്ള മന്ത്രിമാരെ കുറിച്ച് ഇതുപോലെ ആരോപണം വന്നാൽ, ആക്ഷേപം വന്നാൽ അതേക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്ന് പറയുന്നതിന് പകരം കുറ്റക്കാരനല്ലെന്ന് നേരത്തെ വിധി പ്രസ്താവിക്കുകയാണ്. ജഡ്ജിയുടെ റോൾ എടുക്കുകയാണ്. വിചാരണ നടത്താതെ, കേസിനെ കുറിച്ചുള്ള ഒരു തീർപ്പും കൽപ്പിക്കാതെ അദ്ദേഹം ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശ്രീ ബാബുവിനെതിരായി, മോണിക്കെതിരായി FIR ഇട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തതുപോലെ ഇവിടെയും വ്യക്തമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് കോടതിയുടെ മുമ്പിൽ. ഇനി ബിജു രമേശിനെ മാറിപ്പറയാൻ ഒക്കില്ല. ഇതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കാനുള്ള ബാധ്യത ബിജു രമേശിനുണ്ട്. ആ ബിജു രമേശിനോട് നിങ്ങൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ രേഖ ഹാജരാക്കണമെന്ന് പറഞ്ഞ് FIR രജിസ്റ്റർ ചെയ്ത് ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തത്? അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഈ കൂടെ ഉള്ളവരെയൊക്കെ സംരക്ഷിക്കണം. അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോണത്. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ധാരണയുണ്ട്. നാട്ടിലൊരു സാധാരണ ഒരു ചൊല്ലുണ്ട്, എന്നും ചത്താൽ കണ്ണാക്കില്ലെന്ന്. ഈ ഗവൺമെൻറ്റിനെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച് ദിവസേന ഇങ്ങനെ നക്ഷത്രം പോലെ തെളിഞ്ഞു നിൽക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നാൽ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന്, അതായത് നാണം കെട്ടവൻ്റെ പ്രശ്നത്തിൽ ആല് കുരുത്താൽ അതും തടലെന്ന് കരുതുന്നത് പോലെ ഈ ആരോപണങ്ങളൊക്കെ വരുന്നതിന് തങ്ങൾക്കൊരു പ്രശ്നമേ അല്ലെന്ന് മുൻകൂട്ടി ധാരണയിലെത്തിയിട്ടുള്ള, കാലാവധി തവിക്കുന്നവരെ ഇനിയുള്ള കാലത്തും ഞങ്ങൾ ഈ പണികൾ തന്നെ എല്ലാം ചെയ്യുമെന്ന്
ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ മന്ത്രിമാർക്കെതിരായി ഈ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളും അഴിമതികളുമെല്ലാം ജനങ്ങൾ കൈകാര്യം ചെയ്യലല്ലാതെ വേറൊരു മാർഗവുമല്ല. അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ അവർ തീരുമാനിക്കുന്നു, എന്ത് അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നു, വിധി നേരത്തെ പ്രസ്താവിക്കുന്നു. ഈ വിധത്തിൽ ഇവരുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിനൊന്നും ഒരു തുമ്പ് കണ്ടെത്താൻ സാധിക്കില്ലെന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ അജയ് തറയിൽ, ഇന്നിപ്പോൾ ബിജു രമേശിൻ്റെ രഹസ്യമൊഴി റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യമാണ് പുറത്തു വരുന്നത്. കാരണം KM മാണി കോഴ വാങ്ങിയെന്ന ആക്ഷേപം, അത് ബിജു രമേശ് നൽകുന്ന മൊഴിയിൽ പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നിങ്ങൾ KM മാണിയെ പോയി കാണൂ എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് KM മാണി പണം ആവശ്യപ്പെടുന്നതും പണം നൽകുന്നതും. 4 കോടി രൂപ വീണ്ടും നൽകാനുണ്ടായിരുന്നു. അപ്പോഴേക്കും VM സുധീരൻ ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകി KPCC ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന്. അതിനുശേഷം ബാബു ബാർ ഉടമകളോട് പറയുകയാണ്, ഇനി KM മാണിക്ക് പണം നൽകേണ്ടതില്ല, ഇനി KM മാണിക്ക് പണം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ ശേഷം ബാബു 10 കോടി രൂപ വാങ്ങുന്നു. അപ്പോൾ ആർക്ക് പണം നൽകണം, ആർക്ക് പണം നൽകേണ്ടതില്ല, എപ്പോൾ ആർക്ക് പണം നൽകണം, ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനിക്കുന്നതും നിർദ്ദേശിക്കുന്നതും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ബിജു രമേശിൻ്റെ ഈ രഹസ്യമൊഴിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രകാശ്, ഇത് ബിജു രമേശിന്റെ മൊഴിയാണ്. ബിജു രമേശ് 164 അനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അതിനകത്ത് യാതൊരു തെളിവുകളുമില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-മായി ബന്ധപ്പെട്ട്, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു വലിയ ദൗത്യം, ആ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തെങ്കിലും തെളിവുണ്ടോ, എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും കഴമ്പുണ്ടോ? വിജയ് രമേശ് പറഞ്ഞു എന്നിട്ട് കാര്യമുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞു, ബാബു പറഞ്ഞു, ബാർ ഓണേഴ്സ് യോഗത്തിൽ രാജകുമാർ ഉണ്ണി പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു എന്നല്ലാതെ എവിഡൻസിലായി ബിജു രമേശിന് ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ 164 അനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക്കായി വിജിലൻസ് കേസെടുക്കുകയും FIR എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ യാതൊരു തെളിവുമില്ലാതെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ആരോപണങ്ങളെ പിപ്പേ പോകാൻ ഒരു ഗവൺമെന്റിനാകുകയില്ല. എന്തെങ്കിലും അടിസ്ഥാനപരമായ തെളിവുകൾ ഹാജരാക്കാൻ ഇത്രയും ദിവസമായി എത്രയോ നേതാക്കന്മാർ ഇടതുപക്ഷ മുന്നണിയിൽ പിണറായി വിജയനെ ശ്രീ അജയ് തറയിൽ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ തന്നെ ബിജു രമേശ് നടത്തിയ ഒരു ആരോപണത്തിൻ്റെ പേരിലായിരുന്നല്ലോ KM മാണിക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തിയത്, FIR ഇട്ടത്. അപ്പോൾ അതേ ആരോപണം തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോട് കൂടി പുറത്തു വന്നിരിക്കുന്നു. അതിൽ K ബാബുവിൻ്റെ പങ്ക്, മുഖ്യമന്ത്രി ഇതിൽ വഹിച്ച വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇത് പുറത്തു വന്നിരിക്കുന്നു. ഇതിലും VS അച്യുതാനന്ദൻ്റെ ആവശ്യമുണ്ടല്ലോ അന്വേഷിക്കണം എന്നുള്ളത്. അപ്പോൾ KM മാണിയുടെ കാര്യം അന്വേഷിക്കാം, ബാബുവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പങ്ക് അത് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് ന്യായമുള്ളത്? 2, ബിജു രമേശ് ശബ്ദരേഖയും മൊബൈലും എല്ലാം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇതേ ശബ്ദരേഖ K ബാബുവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് തെളിവായി ഹാജരാക്കാമായിരുന്നു. അത് ബാബുവിന് വിശ്വാസമാണ്. അതേസമയം ബിജു രമേശ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ നിങ്ങൾക്കാർക്കും ഒരു തെളിവുമില്ല. ഇതിൽ എവിടെയാണ് യുക്തി, എവിടെയാണ് ന്യായം? അതാണ് ഞാൻ പറയാൻ വരുന്ന പോയിന്റ്. ശ്രീ ബിജു രമേശ് KM മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ബിജു രമേശ് എന്താ പറഞ്ഞത്? KM മാണിക്ക് പൈസ കൊടുത്തു, ഞങ്ങളാണ് പൈസ കൊടുത്തത്. ഇവിടെ ബാർ ഉടമകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും അതുപോലെ ഇന്ദുവും അതുപോലെ മറ്റുള്ള ആളുകൾ ജോൺ കല്ലാടും ഒക്കെ പോയി കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ വിശ്വസനീയമായ ഒരു തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൊടുത്ത ആളുകളുടെ പേരുകൾ പറഞ്ഞു. അപ്പോഴാണ് FIR ഇട്ട് കേസെടുത്തത്. കേസെടുത്ത് അന്വേഷിച്ചപ്പോൾ
ബിജു രമേശ് കാശ് കൊടുത്തു എന്ന് പറഞ്ഞ ആളുകൾ പറയുന്നു ഞങ്ങൾ കാശ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പോയത് വേറെ കാര്യം പറയാനാണ്. അപ്പോൾ ബിജു രമേശ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ആയുധമായി മാറി എന്ന കാര്യം അപ്പോൾ വ്യക്തമായി. അല്ലല്ല ശ്രീ അജയ് തറയിൽ, ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴി അത് റിപ്പോർട്ടർ TV നിയമപ്രകാരം ആവശ്യപ്പെട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്നില്ലേ, KM മാണിക്കെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കാൻ, അത് അട്ടിമറിക്കാനും ഇതേ ബാർ ഉടമകൾ യോഗം ചേർന്നിരുന്നു. അതിലാണ് ജോസ് കെ മാണിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത്, അതിലാണ് PJ ജോസഫിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഈ തെളിവുകൾ അദ്ദേഹം കോടതിക്ക് നൽകിയത്. ഏറ്റവും അവസാനം കെ ബാബു തന്നെ മാണിക്കിനി പണം കൊടുക്കേണ്ട എന്ന് പറഞ്ഞ കെ ബാബു തന്നെ ബാർ ഹോട്ടൽ ഉടമകളോട് പറഞ്ഞു, നിങ്ങളുടെ കേസുകളുടെ കാര്യത്തിൽ ഞങ്ങൾ തീർപ്പുണ്ടാക്കാം. അങ്ങനെ ഓരോ ഘട്ടത്തിലും മൊഴി മാറ്റിപ്പറയൽ, ചില മൊഴികൾ പറയൽ, ചിലത് പറയാതിരിക്കൽ, വ്യക്തമായ താല്പര്യങ്ങളോടുകൂടി ഇതിൽ ഇടപെടലുകളുണ്ടായി എന്ന കാര്യം കൂടി ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൽ ഒരു സമഗ്രമായ അന്വേഷണം, മാണിക്കെതിരെ മാത്രം അന്വേഷണം, മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയും? അതല്ലേ നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ ശ്രീ ബാബു വ്യക്തമാക്കി പറഞ്ഞല്ലോ. ഈ 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ബിജു രമേശ് കൊടുത്തിരിക്കുന്നതാണ്. അത് ബിജു രമേശും ഇടതുപക്ഷ നേതാക്കന്മാരും തമ്മിൽ കൂടിയാലോചിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ കെട്ടുകഥയാണ്. ആ കെട്ടുകഥക്ക് യാതൊരുവിധ സ്ഥിരീകരണങ്ങളുമില്ല, യാതൊരുവിധ തെളിവുകളുമില്ല. അത് മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കാനും വേണ്ടി മാത്രം. ശ്രീ അജയ് തറയിൽ ഇത് തന്നെ KM മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറഞ്ഞു. KM മാണി മുഖ്യമന്ത്രിയാകുന്നത് തടസ്സപ്പെടുത്തുന്നതിന്, അതുപോലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടന്ന രാഷ്ട്രീയ ഗൂഢാലോചന, ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഇതേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ FIR, അതിൽ കേസെടുക്കാം, അതിൽ അന്വേഷണം നടത്താം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് KM മാണിയെ പോയി കണ്ടതും പണം കൊടുത്തതും. 10 കോടി വാങ്ങുന്നതിന് മുമ്പ് കെ ബാബു പറയുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇനി മാണിക്ക് പണം കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് 4 കോടി കൊടുക്കാൻ വരട്ടെ, 10 കോടി ഇവിടെ തരൂ. അത് ബാബു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ കൊടുത്തു. തുടർച്ചയായ മൊഴികൾ, തുടർച്ചയായ സംഭവ വികാസങ്ങൾ, ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടത്, അതിൽ ഒരു ഭാഗം അന്വേഷിക്കാം, മറുഭാഗം അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണ്? അത് പ്രകാശ് പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ യുക്തിഭദ്രത. ശ്രീ ബിജു രമേശ് കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. ആ ബിജു രമേശാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ഞാനും ഞങ്ങളുടെ പ്രസിഡന്റും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളും കൂടി പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അത് വളരെ സത്യസന്ധമായ ആളുകൾക്ക് തോന്നി. അതുകൊണ്ട് FIR ഇട്ട് കേസെടുത്തു. കേസെടുത്ത് അന്വേഷിച്ചപ്പോൾ ബിജു രമേശ് എന്താ പറഞ്ഞേ, ഇവരെ കാശ് കൊണ്ട് കൊടുത്തു എന്ന് പറയപ്പെടുന്നു. രാജ്കുമാർ ഉണ്ണി പ്രസിഡന്റ് പോയി എന്ന് പറയുന്നു, സെക്രട്ടറി പോയി എന്ന് പറയുന്നു, ഞാൻ കൊടുത്തില്ല. അപ്പോൾ ബിജു രമേശ് ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ തെളിവുകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കേസെടുക്കുകയും ബിജു രമേശ് കേസെടുത്ത് അന്വേഷിച്ചപ്പോൾ കള്ളി മുഴുവൻ പുറത്താകുകയും ചെയ്തു. വ്യക്തമാണ്, താങ്കൾ പറഞ്ഞു വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, KM മാണിക്കെതിരെ കേസെടുത്തത് ഇപ്പോൾ ശ്രീ അജയ് തറയിൽ വിശദീകരിച്ചു. അത് അപ്പോൾ ശരിയാണ് എന്ന് തോന്നി, അതനുസരിച്ച് കേസെടുത്തു, അന്വേഷണം നടത്തി, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ആ രീതിയിൽ കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യേണ്ടതില്ല എന്ന് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നടപടിയില്ല. ശ്രീ അജയ് തറയിൽ മാണി സാറിനെതിരെ ഇല്ലാത്ത തെളിവുകളെല്ലാം ഉണ്ടെന്നിവിടെ സ്ഥാപിക്കാനുള്ള വളരെ വളരെ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും ശ്രീ ബിജു രമേശ് മാണി സാറിന് പൈസ കൊണ്ട് കൊടുത്തു എന്ന് ഒക്ടോബർ 31 മുതൽ ഇന്ന് വരെ ഒരു ദിവസവും പറഞ്ഞിട്ടില്ല.
അത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞുവെന്ന് ശ്രീ അജയ് തറയിൽ പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്, അടിസ്ഥാനരഹിതമാണ്. ഞാൻ പറയുന്നത് ഒക്ടോബർ 31 ശ്രീ ബിജു രമേശ് ഗവൺമെന്റ് പുതിയ മദ്യനയം മൂലം കോടികളുടെ നഷ്ടമുണ്ടായ ഒരു ബാറുടമ ഒക്ടോബർ 31 മാണിസാറിനെതിരെ അദ്ദേഹത്തിന് നേരിട്ട് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചു. 1-ാം തീയതി രാവിലെ പ്രതിപക്ഷ നേതാവ് ക്വിക്ക് വെരിഫിക്കേഷൻ ഒരു പരാതി കൊടുക്കുന്നു വിജിലൻസിന്. 2-ാം തീയതി നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ ഹോം മിനിസ്റ്റർ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിടുമെന്ന് പ്രഖ്യാപിക്കുന്നു. 3-ാം തീയതി ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുന്നു. ഒരു തെളിവും നേരിട്ട് ഒരാൾ പോലും മാണിസാറിന് പൈസ കൊടുത്തില്ല എന്ന് തെളിഞ്ഞിട്ട് പോലും മാണിസാറിനെതിരെ FIR ഇട്ടതിന്റെ കാരണമായി നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന വായിച്ചു. ആ പ്രസ്താവനയിൽ പറഞ്ഞ ന്യായം എന്താണ്? ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിലൂടെയുള്ള ഉത്തരവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് നേരിട്ടെടുക്കാവുന്ന കുറ്റം വെളിപ്പെട്ടാൽ ഉടനെ തന്നെ അക്കാര്യത്തിന് FIR എടുക്കണം. മാത്രമല്ല, പ്രാഥമിക അന്വേഷണത്തിന്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരം സത്യസന്ധമാണോ കളവാണോ എന്ന് പരിശോധിക്കലല്ല, മറിച്ച് പ്രസ്തുത വിവരം ഒരു കോഗ്നിസബിൾ ഒഫൻസ് വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചുരുക്കത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യമാണെങ്കിൽ പോലും മൊഴികൾ വിശ്വാസയോഗ്യവും സത്യസന്ധവും കണക്കിലെടുക്കാതെ മുഖവിലക്കെടുത്തുകൊണ്ട് ആയത് ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ FIR എടുക്കാതെ നിവർവാഹമില്ല. ആരോപണങ്ങളുടെ നിജസ്ഥിതി FIR എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുമ്പോൾ മാത്രമേ വെളിവാകുകയുള്ളൂ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ശ്രീ അജയ് തറയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന് നടത്തിക്കൊണ്ടാണ് അന്ന് മാണിസാറിനെതിരെ ഒരു തെളിവില്ലാതിരുന്നിട്ട് പോലും ലളിതകുമാരിയുടെ വാലിൽ പിടിച്ചുകൊണ്ട് അന്ന് മാണിസാറിനെതിരെ കേസെടുത്തത്. അതിനുശേഷം ചില ശബ്ദരേഖകൾ പുറത്തുവിട്ടു. ബിജു രമേശ് തന്നെ ചില ആരോപണങ്ങൾ എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെ പറഞ്ഞു. അതിനെ ചൊല്ലി അന്ന് VS അച്യുതാനന്ദൻ ചില പരാതികൾ വിജിലൻസിന് കൊടുത്തു. ഏപ്രിൽ മാസം 1-ാം തീയതി ആ പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാബുവിനെതിരെ കേസെടുക്കാൻ നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി. അത് ന്യായമാണ്, ശരിയാണ്, നീതിയാണ്, നിയമപരമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ നീതി, ആ ന്യായം, ആ ശരി KM മാണിയോട് കാണിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാണിസാറിന് ഒരു ന്യായവും അതിന്റെ 10 ഇരട്ടി ആരോപണം വേറെ മന്ത്രിമാർക്കെതിരെ വന്നപ്പോൾ അതിന് മറ്റൊരു ന്യായവും പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ മാണിസാറിനെതിരെ 164 സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു, മാണിസാറിനെതിരെ CD ശബ്ദരേഖകളില്ലായിരുന്നു. ഇതിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ നിയമപരമായി കൂടുതൽ സാങ്ക്ടിറ്റി ഉള്ള ഒരു ബോഡിയുടെ മുമ്പിൽ. മറ്റേത് ബിജു രമേശ് ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് എങ്ങും തൊടാതെ ആരോ കൊണ്ട് കൊടുത്തു, മാണിസാറിന് എന്നോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാണ്. ഇന്നിവിടെ 164 സ്റ്റേറ്റ്മെന്റില് വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തോട് ബിജു രമേശിനോട് തന്നെ നേരിട്ട് മന്ത്രി പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 164 കോടതിയിൽ കൊടുത്താൽ ഈ ലളിതകുമാരി കേസിന്റെ അടിസ്ഥാനത്തിലാണ് മാണിസാറിനെതിരെ കേസെടുക്കാൻ നിർബന്ധിതമായി എന്ന് നിയമസഭയിൽ വെളിപ്പെടുത്തിയവര്. അതേ ന്യായവും നീതിയും ഇപ്പോൾ എന്തേ പ്രകടിപ്പിക്കുന്നില്ല? പ്രകടിപ്പിക്കണമെന്നല്ല ശ്രീ ആന്റണി രാജു. അതായത് KM മാണിക്കെതിരെ കേസെടുത്തു, അതിന്റെ അന്വേഷണം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇത്. മാത്രമല്ല, ഇതിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാർ ഹോട്ടൽ അസോസിയേഷൻകാർ KM മാണിയെ പോയി കണ്ടത്. ഒന്ന് മാണി സാറിനെ പോയി കണ്ടിട്ട് വരൂ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. മാണി സാറിനെ പോയി കണ്ടു. അതിനുശേഷം ബാബു ഇവരോട് പറയുകയാണ് ഇതുപോലെ മറ്റൊരു വെളിപ്പെടുത്തൽ. ഇനി KM മാണിയെ കണ്ടിട്ട് കാര്യമില്ല, കാരണം VM സുധീരൻ്റെ കത്ത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാബു പറയുകയാണ് ഇനി ഞങ്ങളുമായി ചർച്ച ചെയ്യണം എന്ന നിലയിൽ 10 കോടി ആവശ്യപ്പെടുന്നു. അത് മാണി പറഞ്ഞ ബാബു പറഞ്ഞ സ്ഥലങ്ങളിൽ അത് വിതരണം ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോഴ ആരോപണത്തിൽ കോഴ കൊടുക്കാൻ പറയുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം ഇനി ആ ആൾക്ക് കോഴ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം ഇനി ബാബുവിന് കോഴ കൊടുക്കണം, അല്ലെങ്കിൽ ബാബു വഴി 10 കോടി രൂപ സമാഹരിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ബാബു സമാഹരിക്കുന്നത്. മാണിക്കിനി വേണ്ട എന്ന് പറയുന്ന ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ? സത്യസന്ധമായി അതിൻ്റെ സത്യം പുറത്തു വരേണ്ടതല്ലേ?
ഇതൊക്കെ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസം നവംബർ 1-ാം തീയതി രാവിലെ 10:15 മണിക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എല്ലാം നിഷേധിച്ചപ്പോൾ ഈ ബിജു രമേശ് ഈ ആരോപണം ആവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ ന്യായീകരിക്കാൻ ബിജു രമേശ് തയ്യാറായില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞു, ബിജു രമേശിനെ പോലെ ഒരു നിരാശാ കാമുകൻ അല്ലെങ്കിൽ മാസം 4-5 കോടി രൂപ നഷ്ടമുണ്ടായ ഗവൺമെന്റ് ഉത്തരവ് മൂലം നഷ്ടമുണ്ടായ ഒരാള് പറയുന്നതും കേട്ടുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷനിലേക്ക് FIR-ലേക്ക് പോകരുത്. ഡെമോക്രസിന്റെ വ്യക്തമാണ്. നമ്മുടെ ജയശങ്കർ, ഇപ്പോൾ ആന്റണി രാജു പറയുന്നത് KM മാണിക്ക് ബാബുവിന് കിട്ടിയ നീതി കിട്ടണം എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഒന്നാം പ്രതി ആരാണ്? അഡ്വക്കേറ്റ് ജയശങ്കർ. മുഖ്യമന്ത്രിയാണ്, യാതൊരു സംശയമില്ല. രണ്ടാം പ്രതി കെ ബാബു, അതിലും യാതൊരു സംശയമില്ല. അജയനോട് ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, വിനീതമായൊരു ചോദ്യം. അജയ് തറയിലും ഞാനും കെ ബാബു എറണാകുളം ജില്ലക്കാരാണ്. ഈ കെ ബാബുവിനെ എനിക്ക് വളരെ കൊല്ലങ്ങളായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ അങ്കമാലി ടൗണിൽ ഒരു C ക്ലാസ് കട നടത്തിയിരുന്ന ആളാണ്. രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ കെ ബാബു ലാഭകരമായ വേറെ ഒരു ജോലി ചെയ്തിട്ടില്ല. കൃഷിയോ വ്യവസായമോ വാണിജ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തുമില്ല, പാരമ്പര്യമായിട്ട് ഒരു സ്വത്തുള്ള ആളല്ല. ഇന്നിപ്പോ കെ ബാബുവിന്റെ ആസ്തി എത്രയാണ്, വരുമാനം എത്രയാണ് അജയനറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അതായത് ബിജു രമേശിന് ശ്രീ കെ ബാബു ഗംഭീരമായൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷെ എന്താ ഇതുവരെ മാനനഷ്ട കേസ് കൊടുക്കാത്തത്? മാനനഷ്ട കേസ് കൊടുക്കണമെങ്കിൽ ആദ്യം മാനം ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. ഇതിന്റെയൊക്കെ പുറകിൽ വലിയ കൊള്ളയാണ്. കെ ബാബു മന്ത്രിയായ അന്ന് മുതൽക്ക് ഈ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് സർക്കാരിന്റെ അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ. പിറവം ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തിയത്? എത്ര കുപ്പി മദ്യമാണ് അവിടെ, എത്ര കേസല്ല, എത്ര ക്വിന്റൽ മദ്യമാണ് അവിടെ ചെലവഴിച്ചത്? അതെവിടെന്നാ വന്നത്? എന്തായിരുന്നു എന്റെ ഏർപ്പാട്? ഞാൻ പറഞ്ഞ ഇടതുപക്ഷക്കാരും BJP-കാരും ചാരായം കൊടുത്തിട്ടില്ല, ലിക്കർ കൊടുത്തിട്ടില്ല എന്നല്ല. അവിടെ നടത്തിയ സംഭവം എന്തായിരുന്നു? ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ആളുകൾ കുപ്പി ബാബു എന്നാക്കിയത് അജയൻ അറിയാൻ പാടില്ലാത്ത കാര്യമല്ലല്ലോ. എന്റെ അജയ് തറയില്ലേ, നിങ്ങൾ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനല്ലേ? നിങ്ങൾ ഇക്കണ്ട കാലം കൊണ്ട് എന്ത് സംഭവിച്ചു? അതാണോ കെ ബാബു സംഭവിച്ചിട്ടുള്ളത്? അജയ് തറയിൽ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, കോൺഗ്രസ് വക്താവ് എന്നുള്ള നിലയ്ക്ക് പറയട്ടെ, നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, കെ ബാബുവിന്റെ ആസ്തി എത്രയാണ്, വരുമാനം എത്രയാണ്, ജോസ് കറ്റേലിനെതിരെ ആരോട് ഉന്നയിക്കാൻ എത്ര കോടി ചെലവാക്കി, സരിതയുടെ 23 പേജുള്ള പരാതി 3 പേജാക്കി ചുരുക്കാൻ ബാബുവും ബെന്നി ബേനറും കൂടി എത്രയാണ് ചെലവാക്കിയത്? ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളല്ലേ, കൊച്ചു കുട്ടികൾക്കും അറിയാം. അതിനുശേഷം അജയ് തറയിൽ ഇവിടെ വന്ന് ഇങ്ങനത്തെ ഗീർവാണം നടത്തുന്നത് വളരെ മോശമാണ്. അജയനെ പോലെ ഒരു സത്യസന്ധനും സുതാര്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പില്ലാതെ പോകും. ഞാൻ പറഞ്ഞ KM മാണിയുടെ കാര്യം വിടുക. KM മാണിയുടെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആന്റണി രാജു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഒരു പന്തലിൽ 2 വിളമ്പാണ്. ലളിതകുമാരി കേസ് KM മാണിക്ക് ബാധകമാണ്, കെ ബാബുവിന് ബാധകമല്ല. കാരണം കെ ബാബു കോൺഗ്രസ്സുകാരനാണ്. ഈ നാട്ടിൽ ഒരു നിയമം കോൺഗ്രസ്സുകാർക്ക് ബാധകമല്ല. കത്തുന്ന പുരയുടെ കഴിക്കോൽ ഉരുന്ന പരിപാടിയാണ് ഈ കെ ബാബു ഉമ്മൻചാണ്ടി കൂടി നടത്തിക്കൊണ്ട്. വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. KM മാണിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നു. ഇതിപ്പോൾ KM മാണി, കെ ബാബു എന്നതിനപ്പുറം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശങ്ങൾ അത് ഉണ്ട് എന്നാണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വരുന്നത്. കാരണം മുഖ്യമന്ത്രിയാണ് ഇതിൽ ആരെ, എപ്പോൾ, എങ്ങനെ, എവിടെ, കോഴ എന്ന കാര്യത്തിൽ നിർദ്ദേശിക്കുന്നയാൾ. അതാണ് ബാബു പറഞ്ഞിരിക്കുന്നതും. ഈ സാഹചര്യത്തിൽ ഒഴിഞ്ഞു മാറാതെ ഇതിലൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാകേണ്ടതല്ലേ? അല്ല, അതിന് ബിജു രമേശിന്റെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ എങ്ങനെ കഴിയും? ബിജു രമേശിനെ പോലെ ഒരു നഷ്ടം സംഭവിച്ച ഒരു ബാറുടമ കോടതിയിലാണെങ്കിലും പുറത്താണെങ്കിലും പറഞ്ഞ ഒരു മൊഴിയെ മാത്രം അടിസ്ഥാനമാക്കി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നിലപാട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ ഈ വസ്തുതകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ചില സൂചനകൾ, ഞങ്ങളുടെ ചില നിഗമനങ്ങൾ ഒക്കെ ഏതാണ്ട് അതിനോട് യോജിച്ചു വരുന്ന ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, KM മാണിയുടെ രാജി എന്ന നിങ്ങളുടെ ആവശ്യം, പക്ഷെ ഇപ്പോൾ ബാബു മുഖ്യമന്ത്രി, ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ കൃത്യമായ ഇടപെടലുകൾ വ്യക്തമാക്കുന്നതാണ് ബിജു രമേശിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ KM മാണിക്കെതിരായ കേസ് നിലനിൽക്കുന്നതുകൊണ്ടും കൂടെ പിടിക്കാതെ തന്നെ എങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടും കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു നിലപാടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടിലേക്ക് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ എത്തിച്ചേരേണ്ടതില്ലേ?
മുദ്രാവാക്യങ്ങൾ മാണിയിൽ മാത്രമായി ചുരുക്കുന്നത് ശരിയാണോ? ഞങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ അഴിമതിയുടെ ഈ കൊള്ള നടത്തുന്നതിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്, രണ്ടാം പ്രതിയാവും മാണി. ഈ രണ്ടാൾക്കാർക്കും അധികാരം തുടരാൻ അവകാശമില്ലെന്ന നിലപാടാണ് ഞങ്ങൾ നേരത്തെ എടുത്തുള്ളത്. ഇവിടെ ഈ അജയ് തറയിൽ പറയുകയുണ്ടായി മാർക്സിസ്റ്റ് പാർട്ടി എന്തിനോ ഈ ബിജു രമേശുമായി ഗൂഢാലോചന നടത്തി നമ്മുടെ ഒരു താല്പര്യപ്രകാരം ഇത് വെച്ചതെന്നാണ്. എൻ്റെ അജയ് തറയിൽ ഈ ബിജു രമേശ് ഒന്നാം തരം കോൺഗ്രസ്സുകാരനല്ലേ, നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ? മുഖ്യമന്ത്രിക്കെതിരെ ഇതേപോലെ തന്നെ 164 സ്റ്റേറ്റ്മെൻറ്റ് ശ്രീധരൻ നായർ പത്തനംതിട്ട കോടതിയിൽ കൊടുക്കുകയുണ്ടായല്ലോ. അത് ശരിവെച്ചുകൊണ്ട് സരിത എസ് നായർ ഈ അടുത്ത ദിവസം എഴുതിയ കത്ത് ഈ ചാനലുകൾ പുറത്തു കൊണ്ടുവന്നല്ലോ. സരിത എന്താ കോൺഗ്രസ്സുകാരിയല്ലേ, മാർക്സിസ്റ്റാണോ? സരിത എന്നെ പരസ്യമായി കണ്ണൂർ വെച്ച് പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ KSU രാഷ്ട്രീയത്തിലൂടെ വന്നവരാണ്, എനിക്ക് ഇവരെ എല്ലാവരുമായി ബന്ധമുണ്ട്. എന്തിനാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷത്തെ ഇതിനകത്ത് വലിച്ചിടുന്നത്? ഞങ്ങളാരും അല്ലല്ലോ ഈ ആരോപണം ഉന്നയിച്ചത്, കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവർക്ക് നിവൃത്തിയില്ലായ്മ കൊണ്ട് അവർ ഈ ഗതികേട് ചെന്നപ്പെട്ടപ്പോൾ ആരോപണം ഉന്നയിക്കുകയല്ലേ. ഇതിൽ മുഖ്യമന്ത്രി നിഷേധിച്ചു, ഞാൻ സരിതയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. സരിത ഇപ്പോൾ എഴുതിയ കത്തിൽ പറഞ്ഞല്ലോ, ഞാനും ശ്രീധരൻ നായരും കൂടിയാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്ന്. അപ്പോൾ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. വളരെ വ്യക്തമാണ്, ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. അത് സോളാർ കേസിൽ മാത്രമല്ല, ബാർ കോഴയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കോഴ ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എവിടെ വെച്ച് ആ കോഴ കൊടുക്കൽ നിർത്തി മറ്റൊരാൾക്ക് കോഴ കൊടുക്കണം, ഇതിലെല്ലാം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ് ബാബു ബാർ ഹോട്ടൽ അസോസിയേഷൻകാരോട് നിർദ്ദേശിച്ചതായി ബിജു രമേശ് 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി തന്നെ വരുന്നു. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ആന്റണി രാജു, ശ്രീ അജയ് തറയിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.